ഗുഡ് മോർണിംഗ് ഓൾ, എല്ലാവർക്കും മൈ ട്രാവൽ മൈ ക്ലിക്സിന്റെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ നമ്മളൊരു എന്താ പറയുക, ഒരു തീർത്ഥാടന യാത്രയാണ്. അതായത് നമ്മുടെ ഇവിടെ കേരളത്തിലെ തന്നെ പ്രസിദ്ധമായ പുനലൂരിൽ നിന്നാണ് നമ്മൾ പോകുന്നത്. കേരളത്തിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലേക്കാണ് നമ്മുടെ യാത്ര. അപ്പോൾ വണ്ടി ഒന്ന് അവിടെ അമ്പലത്തിൽ കൊണ്ടുപോകണം. പുതിയ വണ്ടിയല്ലേ, അപ്പോൾ വണ്ടി ഒന്ന് കൊണ്ടുപോകണം. വാങ്ങിയ ദിവസം ഞങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, പക്ഷെ അന്ന് പൂജിക്കാൻ പറ്റിയില്ല. ആ സമയം പൂജ ഉള്ള സമയമല്ലായിരുന്നു. അപ്പോൾ അതുപോലെ വണ്ടി കൊണ്ടുപോകണം. പിന്നെ നമുക്ക് അവിടുത്തെ ഉണ്ണിയപ്പം, കേരളത്തിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമാണ് കൊട്ടാരക്കര ഗണപതി അമ്പലത്തിലെ ഉണ്ണിയപ്പം. അപ്പോൾ അതൊക്കെ കഴിക്കണം. അങ്ങനെ കുറേ ലക്ഷ്യങ്ങളുണ്ട് ഈ യാത്രയ്ക്ക്. എന്തായാലും നമുക്ക് കാഴ്ചകളൊക്കെ കാണാം. ഇപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടേ ഉള്ളൂ, 7 മണി കഴിഞ്ഞു. എന്തായാലും നോക്കാം. പുനലൂരിൽ നിന്ന് 15 കിലോമീറ്ററാണ് കൊട്ടാരക്കരയ്ക്ക്. അപ്പം നമ്മൾ കൊട്ടാരക്കര അടുക്കാറായി. അപ്പം സ്ഥിരമായിട്ട് പുനലൂർ ഉണ്ടായിരുന്ന സമയത്ത്, അതായത് കല്യാണത്തിന് മുമ്പിട്ടൊക്കെ ഞങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം പോകാറുണ്ടായിരുന്നു ഗണപതി അമ്പലത്തിൽ. അടുത്തായതുകൊണ്ട് തന്നെ 15 കിലോമീറ്റർ ഉള്ളു. ബസ്സിനോ സ്കൂട്ടറിലോ ഒക്കെ പോകാറുണ്ടായിരുന്നു. ശരിക്കും നമുക്കൊരു എന്താ പറയുക, നല്ലൊരു ഫീൽ ഉണ്ടാവും അവിടെ ചെന്ന് തൊഴുത് കഴിഞ്ഞാൽ തന്നെ. അത്രയ്ക്ക് ഭയങ്കര ശക്തിയുള്ള ദൈവമാണ്, ശക്തിയുള്ള ഗണപതിയാണ്. അതുപോലെ തന്നെ നമ്മൾ 3 പേരുണ്ട് ഇപ്പം. ആതിരയുണ്ട്, ആതിര ബാക്കിലുണ്ട്. ദേവനേട്ടനാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ 3 പേരും കൂടിയാണ് പോകുന്നത്. ഇപ്പം ഏകദേശം നമ്മൾ കിഴക്കേ തെരുവ്, കൊട്ടാരക്കര കിഴക്കേ തെരുവ് എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. കൊട്ടാരക്കരയൊക്കെ ആണെങ്കിൽ കോവിഡ് വ്യാപനം കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ യാത്രയിൽ നന്നായിട്ട് ശ്രദ്ധിച്ചേ പറ്റത്തുള്ളൂ. ശ്രദ്ധിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാനിറ്റൈസർ, മാസ്കും ഒക്കെ നിർബന്ധമാണ് അമ്പലത്തിൽ ഇറങ്ങണമെങ്കിൽ തന്നെ. പക്ഷെ അമ്പലം തുറന്നിട്ടുണ്ട്, കണ്ടെയ്ൻമെന്റ് സോൺ ആക്കിയിട്ടില്ല. എന്നാലും ഒരുപാട് ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കൊക്കെ കോവിഡ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പ്രശ്നമായിരുന്നു കൊട്ടാരക്കരയിൽ. ഇത് കൊട്ടാരക്കര ഗണപതി അമ്പലത്തിൻ്റെ കുളമാണ്, ക്ഷേത്രക്കുളമാണ്. അപ്പം ഇഷ്ടംപോലെ മീനൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട്, നമ്മൾ നോക്കുമ്പം നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇഷ്ടംപോലെ മീനുണ്ട്.
അതുപോലെ തന്നെ ഇന്ന് തിരക്ക് പൊതുവേ ഇന്ന് ഉദയാസ്തമയ പൂജയുള്ള ദിവസമല്ല, അതുകൊണ്ട് നമുക്ക് ഉണ്ണിയപ്പമൊക്കെ കിട്ടിയിട്ടുണ്ട്. തിരക്കും പൊതുവേ കുറവാണ്, അധികം ആളൊന്നുമില്ല, വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. പാർക്കിങ്ങിനൊന്നും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. സാധാരണ ദിവസങ്ങളിൽ ഇവിടുത്തെ തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ണിയപ്പത്തിൻ്റെ ക്യൂ തന്നെ ഒരു 500 മീറ്ററൊക്കെ ക്യൂ ഉണ്ടാവും, റോഡ് വരെ ഉണ്ടാവും ചിലപ്പോൾ, അത്രയ്ക്ക് തിരക്കാർ. പക്ഷേ ഇന്നത്തെ തിരക്കൊക്കെ കുറവാണ്. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ നിന്ന് ദർശനമൊക്കെ കഴിഞ്ഞ് ഇറങ്ങി. തിരക്കൊക്കെ കുറവുണ്ടായിരുന്നു. വണ്ടിക്ക് താക്കോൽ പൂജ ചെയ്തു. 10 മണി കഴിഞ്ഞ് മാത്രമേ വാഹനപൂജയുള്ളൂ. എന്നിട്ട് വാഹനപൂജ നമ്മൾ ചെയ്തില്ല. താക്കോൽ പൂജയൊക്കെ ചെയ്തിട്ട് പുറത്തിറങ്ങിയിട്ട് ആ വണ്ടിക്ക് മാലയൊക്കെ ഇടുകയാണ്. കണ്ടോ, ഈ അമ്പലത്തിൽ കൊണ്ടുവന്ന് പൂജിച്ച് കഴിഞ്ഞാൽ വണ്ടി നല്ലൊരു തുടക്കമായിരിക്കും. അതുപോലെ തന്നെ വണ്ടിക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവും എന്നൊക്കെ ഒരു വിശ്വാസമുണ്ട്. വിശ്വാസമല്ല, ഒരുപാട് പേർക്ക് അനുഭവമുണ്ട്. അതുകൊണ്ടാണ് നമ്മളിവിടെ കൊണ്ടുവന്ന് വണ്ടി പൂജിക്കുന്നത്. എൻ്റെ അറിവിൽ ഒരുപാട് പേര് ചെയ്യലുണ്ട്. ഓരോ ദിവസവും ഒരുപാട് വാഹന പൂജകൾ നടക്കാറുണ്ട് ഇവിടെ. ആതിര വിത്ത് 5-6 പേർ ഉണ്ണിയപ്പം തയ്ക്കുന്നു. ഉണ്ണിയപ്പം കഴിച്ചു തുടങ്ങുന്ന സമയത്ത് 1 കഴിക്കണം 2 കഴിക്കണം എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഏകദേശം ഒരു കവറൊക്കെ നമ്മൾ ഒരാൾ കഴിക്കും. അതുകൊണ്ട് വാങ്ങുമ്പോൾ 500 രൂപയ്ക്ക് 200 രൂപയ്ക്കൊക്കെ ഓരോരുത്തർ വാങ്ങിക്കൊണ്ട് പോകുന്നത്. കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിർത്താൻ തോന്നുകയില്ല. ഇത്രയും ഒരു ഇഷ്ടമാണ്. ഒരു ദിവസം നമ്മൾ വെച്ചിരുന്നിട്ട് പിറ്റേ ദിവസം എടുക്കാൻ പറ്റും. പക്ഷേ ഫ്രിഡ്ജിൽ വെക്കണം. പുറത്ത് വെച്ചിരുന്ന് കഴിഞ്ഞാൽ പഴമൊക്കെ ചേർക്കുന്നതുകൊണ്ട് കേടായി പോകും. അടിപൊളി ടേസ്റ്റ് ഉണ്ട്. ഭയങ്കര നൊസ്റ്റാൾജിയ തോന്നുന്നു. കോവിഡിന്റെ പ്രോബ്ലം ഉണ്ടായതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവിടെ നല്ല എന്താ പറയാ, നല്ല അടച്ചിട്ടേക്കാണ്. ഷോപ്പൊക്കെ അടച്ചിട്ടേക്കാണ്. തിരക്കൊക്കെ കുറവാണ്. സാധാരണ ട്രാഫിക്കിൽ കുറേ സമയം നമ്മൾ കിടക്കേണ്ടി വരും. പക്ഷെ ഇന്ന് പെട്ടെന്ന് സിഗ്നൽ വീഴുന്നുണ്ട്. വലിയ തിരക്കൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ കടകളെല്ലാം അടച്ചിട്ടേക്കാണ്. ഇവിടെ ഒരു കട പോലും തുറന്നിട്ടില്ല. ഏകദേശം എല്ലാം അവശ്യ സാധനങ്ങളുടെ കട മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ അവിടുന്ന് കുറച്ച് മുല്ലപ്പൂവൊക്കെ വാങ്ങി, ഗണേശൻ്റെ ഒരു കുഞ്ഞു വിഗ്രഹം വാങ്ങി വണ്ടിയിൽ വെക്കാൻ വേണ്ടിയിട്ട്. അവിടെ കുറേ ആൾ വാങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഒരു കുഞ്ഞു വിഗ്രഹം വാങ്ങി കാണിക്കാം. ആ നേരം അപ്പോൾ അതിന് 220 രൂപയാണ് ആ വിഗ്രഹത്തിന്. നല്ല രസമുണ്ട്. നമുക്കൊരു വിശ്വാസമല്ലേ, ദൈവം കൂടെ ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാം അപകടത്തിൽ നിന്ന് രക്ഷപ്പെടും, നമുക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവത്തില്ല യാത്ര. പ്രത്യേകിച്ച് ഗണേശൻ ഏതൊരു കാര്യത്തിനും നല്ലൊരു തുടക്കം ഉണ്ടാകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന ദൈവമാണ് ഗണേശൻ. എന്ത് കാര്യത്തിനും നമ്മൾ പോകുമ്പം ആ കാര്യത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് വിഘ്നങ്ങൾ മാറ്റുന്ന ദൈവമാണെന്നാണ് പറയുന്നത്. അപ്പം വിഘ്നങ്ങളൊന്നുമില്ലാതെ തടസ്സങ്ങളൊന്നുമില്ലാതെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കാൻ വേണ്ടിയിട്ട് ഗണേശനെ വിശ്വസിച്ചാൽ മതി എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വിഘ്നങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് കുഞ്ഞൊരു വിഗ്രഹം വാങ്ങി വേണ്ടിയിട്ട് ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ഇവിടുന്ന് ഇപ്പോൾ കൊട്ടാരക്കര ടൗണിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് വണ്ടി. ഇനി ഇവിടുന്ന് നേരെ നമ്മൾ പട്ടാഴി ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. പട്ടാഴി ക്ഷേത്രം ഞങ്ങളുടെ അമ്മ എപ്പോഴും പറയാറുണ്ട്, പട്ടാഴി അമ്പലത്തിൽ പോകണമെന്ന്. അമ്മയ്ക്ക് ഭയങ്കര വിശ്വാസമാണ്. അമ്മ BEd ചെയ്യുന്ന സമയത്ത് അവിടെ നിന്നാണ്, അമ്മയുടെ അമ്മാവൻ്റെ വീട് അവിടെയുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് പഠിച്ചത്. അപ്പോൾ ആ സമയത്തൊക്കെ അമ്മയ്ക്ക് കുറേ അനുഭവങ്ങൾ, ദേവി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് അമ്മയ്ക്ക് ഭയങ്കര വിശ്വാസമുള്ള ദേവിയാണ് പട്ടാഴി ക്ഷേത്രത്തിലെ ദേവി. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയ വണ്ടിയും കൊണ്ട് പട്ടാഴി അമ്പലത്തിലും കൂടെ പോയി നോക്കാം.
ഇവിടുന്ന് നേരെ നമുക്ക് അടൂർ റോഡിൽ കുറച്ച് പോയി ഏനാത്ത് തിരിഞ്ഞ് പോകണം, ആ റൂട്ടാന്ന് തോന്നുന്നു. ഞങ്ങൾ സാധാരണ പട്ടാഴി അമ്പലത്തിൽ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുനലൂരിൽ നിന്ന് നേരെ തലവൂർ വഴി, കുന്നിക്കോട് തലവൂർ വഴിയാണ് പോകുന്നത്. അപ്പോൾ ഇന്ന് ആ റൂട്ടല്ല, നമ്മൾ കൊട്ടാരക്കര തിരിഞ്ഞാണ്, കൊട്ടാരക്കര അടൂർ റോഡിൽ നിന്ന് ഇവിടെ ഡൈവേർട്ട് ചെയ്താണ് ഗൂഗിൾ കാണിക്കുന്നത്. അപ്പോൾ അതുവഴി പോയി നോക്കാം. അപ്പോൾ നമ്മൾ പട്ടാഴി അമ്പലത്തിലെത്തി. കൊട്ടാരക്കരയിൽ നിന്ന് കുറച്ച് മുമ്പോട്ട് വന്നിട്ട് അടൂർ റോഡിൽ കുറച്ച് മുമ്പോട്ട് വന്നിട്ട് അവിടെ നിന്ന് തിരിഞ്ഞ് നമ്മൾ നേരെ പട്ടാഴി അമ്പലത്തിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം.